ആർട്ടമിസ് 2 ദൗത്യത്തിൽ ചാന്ദ്രയാത്രികരെ വഹിക്കുന്ന ഒറൈൻ പേടകം ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ചന്ദ്രൻ ഏറ്റവും അടുത്തെത്തും. ചന്ദ്രോപരിതലത്തിന് 6450 കിലോമീറ്റർ അടുത്താണ് പേടകം എത്തുക. ചന്ദ്രനെ ഒരു വട്ടം വലം വെച്ച ശേഷം പേടകം ഭൂമിയിലേക്ക് മറ്റന്നാൾ മടക്കയാത്ര തുടങ്ങും. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ലോകം ഉറ്റുനോക്കുന്ന ആ മണിക്കൂറുകളിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നാസയുടെ ചാന്ദ്ര ദൗത്യം ആർട്ടമിസ് 2 അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നാളെ ഇന്ത്യൻ സമയം നാളെ പുലർച്ചയോടുകൂടി തന്നെയായിരിക്കും ചന്ദ്രനോട് ഏറ്റവും അടുത്തേക്ക് നമ്മുടെ ആർട്ടമിസ് 2 ദൗത്യ സംഘങ്ങൾ എത്തുക. അവരെ വഹിക്കുന്ന ഒറൈൻ പേടകം ഇതിനോടകം തന്നെ ഏറ്റവും ദൂരത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. നാളെ 6450 കിലോമീറ്റർ മാത്രം അകലെ ചന്ദ്രനിൽ നിന്നും എത്തുന്ന ഒരു സമയം, അതാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ നിമിഷം. അതിനായുള്ള കാത്തിരിപ്പിലാണ്. അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് അരനൂറ്റാണ്ടിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ ഏറ്റവും അടുത്ത് നിന്ന് ചന്ദ്രനെ കാണാൻ പോവുകയാണ്. ഒരു വിസ്മയം തീർക്കാൻ പോവുകയാണ് മനുഷ്യർ എന്ന് പറയാം. കാരണം അത്യാധുനികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ക്യാമറകൾ ഈ ദൗത്യസംഘത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ മികവേറിയ ചിത്രങ്ങളും വീഡിയോകളും പകർത്താൻ കഴിയും. അത് സയൻസിന് നൽകുന്ന, ശാസ്ത്രലോകത്തിന് നൽകുന്ന സംഭാവന വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഫ്ലൈ ബൈ എന്ന് പറയാം. അതായത് ഒന്ന് ചന്ദ്രനെ ചുറ്റിക്കറങ്ങി തിരികെ ഭൂമിയിലേക്ക് മടക്കയാത്ര നടത്താൻ പോവുകയാണ്. അതിന്റെ നിർണായകമായ നിമിഷങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ സംഘത്തിലുള്ള നാല് പേർ. ഒന്ന് വിക്ടർ ഗ്ലോവർ, ആ മിഷന്റെ പൈലറ്റാണ്. അദ്ദേഹമാണ് ഒറൈൻ എന്ന പേടകം ഇപ്പോഴും ചലിപ്പിക്കുന്നത്. അതിന് ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നത് വിക്ടർ ഗ്ലോവർ ആണ്. മറ്റൊന്ന് റീഡ് വൈസ്മാൻ, ഈ മിഷൻ കമാൻഡറാണ് റീഡ് വൈസ്മാൻ. മറ്റൊന്ന് ക്രിസ്റ്റീന കോച്ച്, അവർ ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യ വനിത എന്ന ഖ്യാതിയുള്ള മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് ക്രിസ്റ്റീന കോച്ച്. മറ്റൊന്ന് ജെറമി ഹാൻസൺ എന്ന് പറയുന്ന കനേഡിയക്കാരനാണ്. ഈ 4 പേർ ഒരു പുതിയ ചരിത്രം ഉണ്ടാക്കാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ അടുത്ത് നിന്ന് ചന്ദ്രനെ കാണുന്ന സമയത്ത് ചന്ദ്രന്റെ ഉപരിതലം അത് ഏതൊക്കെ വിധത്തിലാണ് നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അത് മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. 2 പ്രധാനപ്പെട്ട ഗർത്തങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ കൂടി ഈ സമയം അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്രേറ്റ് കനൈൻ, അതോടൊപ്പം ഓറിയന്റൽ, ഈ 2 പേരിൽ അറിയപ്പെടുന്ന ചന്ദ്രനിലെ വലിയ ഗർത്തങ്ങൾ, അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഗർത്തമാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ കൃത്യമായ ചില സൂചനകൾ ആ നിരീക്ഷണത്തിലൂടെ നടത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നാളെ ചന്ദ്രനോട് ഏറ്റവും അടുത്ത അകലമായ 6450 കിലോമീറ്റർ എന്ന് പറയുന്ന ആ മാർക്ക് ടച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ചില സയന്റിഫിക് ഒബ്സർവേഷൻസ് ഉണ്ട്, ശാസ്ത്രീയമായ ചില നിരീക്ഷണങ്ങൾ. അതിനുള്ള റിഹേഴ്സൽ 2 ദിവസം മുൻപ് തന്നെ ഈ ടീം നടത്തിയിരുന്നു. അതിന് കൃത്യമായ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി ഘട്ടം ഘട്ടമായി ഓരോരുത്തർക്കും ഓരോ ടാസ്കുകളുണ്ട്. അത് കൃത്യമായി അതിന്റെ റിഹേഴ്സൽ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ആ നിമിഷത്തിലേക്ക് കടക്കുക എന്നത് മാത്രമാണ് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം.